തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി യാത്രക്കാരും തദ്ദേശവാസികളും. അടൂർ നഗരത്തിലും പരിസരങ്ങളിലും വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിൽ വലയുകയാണ് ജനങ്ങൾ. കഴിഞ്ഞ ദിവസം ഏഴംകുളത്ത് 1.5 വയസ്സുകാരനെ തെരുവുനായക്കൂട്ടം ദേഹമാസകലം കടിച്ചു പരിക്കേൽപ്പിച്ചു. അടൂർ നഗരത്തിന്റെ പല ഭാഗത്തും കൂട്ടത്തോടെ പകൽ സമയത്തും നായ്ക്കൂട്ടം അലഞ്ഞുതിരിയുകയാണ്. പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്കും ബൈപ്പാസിലേക്കും ഇറങ്ങുന്ന ഭാഗത്താണ് കൂടുതൽ തെരുവുനായകൾ തമ്പടിക്കുന്നത്. KSRTC ജംഗ്ഷൻ, ജനറൽ ആശുപത്രി പരിസരം, റവന്യൂ ടവർ, പോലീസ് സ്റ്റേഷൻ പരിസരം, ശ്രീമൂലം മാർക്കറ്റ്, സെൻട്രൽ ജംഗ്ഷൻ, ബിനോബാജി നഗർ, പറക്കോട് എന്നിവിടങ്ങളിലും തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. ഇരുചക്രവാഹന യാത്രികരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പരസ്പരം കടികൂടുകയും റോഡിലേക്ക് അപ്രതീക്ഷിതമായി എടുത്തുചാടിയും നായ്ക്കൾ അപകടമുണ്ടാക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഭീതിയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. മുൻപ് അടൂർ നഗരസഭയിലെ തന്നെ പറക്കോട് അനന്തരാമപുരം മാർക്കറ്റ് ഭാഗത്ത് നായ്ക്കൾക്ക് അജ്ഞാത രോഗം സ്ഥിരീകരിച്ച സംഭവമുണ്ടായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൂട്ടങ്ങൾക്ക് ചിലർ ഭക്ഷണം കൊടുക്കുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച് സാമൂഹിക പ്രവർത്തക സുമ നരേന്ദ്ര നൽകിയ പരാതിയിന്മേൽ ബന്ധപ്പെട്ട വ്യക്തികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അടൂർ നഗരസഭാ സെക്രട്ടറി, അടൂർ പോലീസ് ഇൻസ്പെക്ടർ SHOയ്ക്ക് കത്ത് നൽകി. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ചില വ്യക്തികൾ രാത്രികാലങ്ങളിൽ സ്ഥിരമായി ഇറച്ചി വേസ്റ്റും ഭക്ഷണാവശിഷ്ടങ്ങളും അടൂർ നഗരസഭാ പ്രദേശത്തിന്റെ മെയിൻ റോഡുകൾക്കനുസരിച്ച് തന്നെ സ്ഥിരമായി കൊണ്ട് തള്ളുന്നുണ്ട്. തെരുവുനായകളെ കൊണ്ട് റോഡിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു അടിയന്തര പരിഹാരം നഗരസഭ കണ്ടേ പറ്റത്തുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് അടൂർ നഗരസഭ അടിയന്തരമായി ഷെൽട്ടർ നിർമ്മിക്കണം. അതുപോലെ തന്നെ വാക്സിനേഷൻ, ബന്ധീകരണം എന്നിവ അടിയന്തരമായി നടപ്പാക്കണം. എന്നിട്ട് ഈ ഷെൽട്ടറുകളിലേക്ക് മൃഗസ്നേഹികൾ അവർക്ക് ഇഷ്ടമുള്ള അത്രയും ഭക്ഷണം എത്ര നേരം അവർക്ക് ഷെൽട്ടറിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം അടൂർ നഗരസഭ ചെയ്തു കൊടുക്കുകയും വേണം. ന്യൂസ് ബ്യൂറോ, അടൂർ. ഹായ്, ഞാൻ അനൂപ് സജി. ഇത് എൻ്റെ വൈഫ് സോണിയ റൈച്ചൽ തോമസ്. ഞങ്ങൾക്ക് 4 വയസ്സുള്ള ഒരു മോളുണ്ട്. അപ്പം മോള് ജനിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന് വേണ്ടി ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണം, ഏത് കമ്പനിയുടെ സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോടൊക്കെ റെക്കമെൻഡേഷൻ ചോദിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സജഷൻ കിട്ടിയ ബ്രാൻഡാണ് പോപ്പീസ്. അങ്ങനെയാണ് ഞങ്ങൾ പോപ്പീസിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ പോലും പോപ്പി പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് മോൾക്ക് ഇതുവരെ അലർജിയോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ.